ഇങ്ങനെ ഒരു യോഗം നടക്കാനിടയായ സാഹചര്യം സഖാവ് ഷ്യാംജി അതുപോലെ ഓമനക്കുട്ടനിവിടെ പ്രതിപാദിക്കപ്പെടുകയുണ്ടായി. CPM-ന്റെ ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിരുന്നു സഖാവ് ജി സുധാകരൻ. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതാവായി, ജനപ്രതിനിധിയായി ഏതാണ്ട് 75 വയസ്സ് വരെ പ്രായമാകുന്ന കാലയളവിനുള്ളിൽ ഈ ജില്ലയിലെ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത സഖാവായി. ഇവിടെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം കൊല്ലത്ത് നിന്ന് ആലപ്പുഴ വരികയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ താമസിച്ച് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു പോന്നു. ആ സഖാവിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നുള്ള വലിയ ആഗ്രഹം അന്ന് മുതലേ അദ്ദേഹം പ്രകടിപ്പിച്ചു പോകുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചു, പക്ഷേ പരാജയപ്പെട്ടു. തുടർന്ന് 2 പ്രാവശ്യം കായംകുളം നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചു. ഒരു പ്രാവശ്യം ജയിച്ചു, ഒരു പ്രാവശ്യം തോറ്റു. പിന്നീട് അമ്പലപ്പുഴ മണ്ഡലത്തിൽ 4 പ്രാവശ്യം മത്സരിച്ചു, ഒരു പ്രാവശ്യം തോറ്റുന്നു, ബാക്കി ജയിച്ചു. 2 പ്രാവശ്യം 10 വർഷക്കാലം കേരളത്തിൽ മന്ത്രിയായിരുന്നു. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ആയിട്ട് അദ്ദേഹം അതിൻ്റെ ഫൈനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനായി ഏതാണ്ട് 13 വർഷക്കാലം കഴിഞ്ഞു. ആലപ്പുഴയിൽ ജില്ലാ കൗൺസിൽ രൂപീകരിച്ചപ്പോൾ ആ ജില്ലാ കൗൺസിലിൻ്റെ പ്രസിഡന്റായി ഇരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു പുരുഷായുസ്സിൽ എത്ര വർഷം ജനപ്രതിയായിരുന്നു. ഇങ്ങനെ ഒരു അവസരം ഈ ജില്ലയിലോ ഈ കേരളത്തിലോ ഏതെങ്കിലും ഒരു സഖാവിനെ നമ്മൾ നൽകിയിട്ടില്ല. സഖാവ് ജി സുധാകരൻ പാർട്ടി നേതാവ് എന്നതിനേക്കാൾ ഉപരി സഖാവ് ജി സുധാകരനെ ഞങ്ങളെല്ലാം ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അത് എന്തുകൊണ്ടാണ്? സഖാവ് ജി ഭുവനേശ്വരന്റെ സഹോദരനാണ്. സഖാവ് ജി ഭുവനേശ്വരൻ ഞങ്ങളൊക്കെ SFI പ്രവർത്തിക്കുമ്പോൾ ആ അവസരത്തിലാണ് പന്തളം NSS കോളേജിൽ വെച്ച് KSU DSU ഗുണ്ടകൾ കൊലപ്പെടുത്തിയത്. ക്രൂരമായ കൊലയാണ്. ഒരു ക്ലാസ് മുറിയിൽ ഓടിച്ചിട്ട് കൊണ്ടുവന്ന് എത്തിച്ച് കാല് പിടിച്ച് നിലത്ത് കോൺക്രീറ്റ് തലയിടിച്ച് കൊന്നതാണ്. സഖാവ് ജി സുധാകരന്റെ സഹോദരൻ എന്നതുകൂടി കൊണ്ടാണ് അങ്ങനെ അവർ ചെയ്തത്. അതിന് നേതൃത്വം കൊടുത്തത് KSU DSU ഒരുമിച്ച് ആ കോളേജിൽ അന്ന് മുന്നണിയായി പ്രവർത്തിക്കുന്ന സമയത്താണ്. സഖാവ് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പത്രസമ്മേളനം 1.5 മണിക്കൂർ പത്രസമ്മേളനം നടത്തിയത്. ആ പത്രസമ്മേളനത്തിൽ ആ സഖാവ് പറഞ്ഞു, ജി ഭുവനേശ്വരനെ കൊന്നത് KSU അല്ല, കുറെ നായർ ഗുണ്ടകൾ DSU-കാരാണ് കൊന്നത് എന്ന് പറഞ്ഞാൽ സഖാവ് ഭുവനേശ്വരന്റെ രക്തസാക്ഷ്യത്തിനെ പോലും തള്ളിപ്പറയല്ലേ? അങ്ങനെ സ്വന്തം സഹോദരൻ രക്തസാക്ഷി സഖാവ് ഭുവനേശ്വരനെ തള്ളിപ്പറയുന്ന ഒരു നിലയിലേക്ക് ജി സുധാകരൻ എത്തി.
എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? KSU ആണ് കൊലപ്പെടുത്തിയതെന്ന് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞതല്ലേ. ആ കൂട്ടത്തിൽ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു. ആ ഭുവനേശ്വരന്റെ കേസ് നടത്താൻ വേണ്ടി അദ്ദേഹം അവരുടെ വീട്ടിലെ ആഞ്ഞിലി വിറ്റിക്കൊണ്ട് കാശ് കൊണ്ടുവന്ന കേസ് നടത്തിയത്. അങ്ങനെയാണോ? പ്രോസിക്യൂഷൻ കേസിലെ വാദിയായിട്ടുള്ളവർക്ക് എന്താ ചെലവ്? എന്ത് ചെലവുണ്ട്? ആ കേസ് നടത്തിയത് ഇപ്പൊ എന്തിനാ സുരേഷ് സാബ് ഇങ്ങനെ പറഞ്ഞത്? ഇപ്പോൾ ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞ എന്താ? അപ്പോൾ എന്താ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കടന്നിരിക്കുന്ന പാർലമെന്ററി വ്യാമോഹം? ഒരു കമ്മ്യൂണിസ്റ്റിന് ഇങ്ങനെ ഒരു പാർലമെന്ററി വ്യാമോഹം കഴിയുമോ? പാർലമെന്ററി മോഹത്തിൽ എത്തിച്ചേരാൻ കഴിയുമോ?